പ്രോട്ടീനും ഫൈബറും കൂടെ ഒരുമിച്ച് പിള്ളേരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് നമ്മുടെ അമ്മമാർ ഡിസ്കവർ ചെയ്ത ഒരു കറിയായിരിക്കും ഇത്. അപാര തല തന്നെ. ഇതൊരു വെറും ചീരത്തോരനല്ല, ചീരയും പരിപ്പും കൂടി ഇട്ടുള്ളൊരു തോരനാണ്. അതിനായിട്ട് 2 കെട്ട് ചീര നല്ലതുപോലെ കഴുകി തുരുതുര അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 1/2 കപ്പ് തൂവരപ്പരിപ്പ് നല്ലപോലെ കഴുകി കുതിർത്ത് വെച്ചതാണ്. 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത്, അല്പം മഞ്ഞൾപ്പൊടി, 1/4 ഭാഗം സവോള, ഒരു 5-8 ചെറിയുള്ളി, 5-6 പച്ചമുളക്, 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഈ തുവരം പരിപ്പും തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉള്ളിയും സവോളയും കൂടി ഇട്ട് മിക്സി ജാറിൽ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. 2 പ്രാവശ്യം മിക്സിയിൽ പൾസ് ചെയ്താൽ മതി, അരയരുത്, ഉടയാനേ പാടുള്ളൂ. പാൻ ചൂടാക്കി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങി. അപ്പം നമുക്ക് ഈ പച്ചമുളക് 2 പൊട്ടിച്ച് ഇതിലോട്ടിടാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കാം. ഇത്രയും മൂത്താൽ മതി. ഇനി തേങ്ങയും പരിപ്പും പച്ചമുളകും ഉള്ളിയും ഒക്കെ കൂടെ ചെറുതായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന മിക്സ്ചർ ഇതിലോട്ടിട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കാം. ചീരയും പരിപ്പും കൂടെ ഒരുമിച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയാണ് നമ്മൾ വീഴ്ത്തുന്നത്. ഫൈബറും പ്രോട്ടീനും ഒരുപോലെയുള്ളൊരു കറിയാണിത്. വീട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും ഇത്. എന്നാലും ഇത് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ചീരയുടെ കൂടെ പരിപ്പും കൂടി ഇടുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഉണ്ടാവുക. നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ചീരയും കൂടെ ഇടാം. ചീര തോരൻ പ്രത്യേകിച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കരുതേണ്ടതൊരു വലിയ പാത്രമാണ്. ഉണ്ടാക്കി വന്നു കഴിയുമ്പം ഇച്ചിരി ഉണ്ടാവുമെങ്കിലും ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം പാത്രം നിറഞ്ഞൊഴുകുന്ന പോലത്തെ ഒരു ഫീലിംഗാണ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ ഇതൊന്ന് ഇളക്കാം ചെറുതായിട്ട്. ഇപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ബാക്കി വേണമെങ്കിൽ ടേസ്റ്റ് അനുസരിച്ചിടാം. പിന്നെ എന്നിട്ടൊന്ന് ഇളക്കി അല്പം നേരം മൂടി വയ്ക്കാം. ചുമല ചീരയുടെ തോരൻ നാട്ടിൽ സ്കൂളിൽ പഠിച്ചവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു തോരനായിരിക്കും. സ്കൂളിൽ ചീരത്തോരനാണെങ്കിൽ ചോറ്റുപാത്രം തുറക്കുമ്പം ചോറ് മുഴുവനും റെഡ് കളറായിരിക്കും. അതൊന്ന് കാണാൻ തന്നെ എന്തൊരു ടേസ്റ്റാണ്. ചീര ആയതുകൊണ്ട് ചീരയിൽ വെള്ളം നല്ലപോലെ ഉണ്ട്. അപ്പം നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി വരില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് കുറച്ച് നേരവും കൂടെ മൂടി വേവിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരിപ്പിടാൻ ഇഷ്ടമില്ലെങ്കിൽ സെയിം പ്രോസസ്സ് ഫോളോ ചെയ്യാം. മിക്സിയിലിട്ട് അടിക്കുമ്പം പരിപ്പിടണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പരിപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും. ചീരയും പിന്നെ കുതിർത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ച പരിപ്പായതുകൊണ്ട് അധികം നേരമൊന്നും വേവേണ്ട കാര്യമില്ല. ഇതിനകത്തെ വെള്ളം പറ്റുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചീരത്തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഒരു സ്നാക്ക് പോലെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചീരയും പരിപ്പും ഇട്ട തോരൻ റെഡിയായിരിക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെടും.